അപ്പോൾ ഇന്ന് നമ്മളെ വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സങ്കടം വരുന്ന കാര്യം പറയാൻ പോണേ. പിന്നെ ഇന്നലെ നമുക്ക് വിശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മളിപ്പോൾ വിശേഷം എടുക്കാഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാണുണ്ടാവും. ഞങ്ങൾ അമ്മേനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിരുന്നു. നമ്മൾ സ്കാനിങ് ഇന്നലെ സ്കാനിങ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പോയി 2 സ്കാനിങ് ഇനിയിപ്പോൾ RCC എടുക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ പെടവണ്ണയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങൾ RCC വിളിച്ചു വെച്ചപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോയിക്കോളിയായിരുന്നു. അപ്പം ഇന്നലെ രാത്രിക്ക് നല്ല കൂടുതലായിരുന്നു വേദനയൊക്കെ. അപ്പം തന്നെ രാത്രി ചിന്തേച്ചി അളിയനൊക്കെ വന്ന് അത് പിന്നെ നമ്മളെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ പുറത്തും 2 തരത്തിലുള്ള സ്കാനിങ് ആയിരുന്നു. അപ്പോൾ ആ സ്കാനിങ് കഴിഞ്ഞ് അതിന് ഭയങ്കര റിസ്ക്കിലായിരുന്നു. നമുക്ക് ഭയങ്കര വേദന നല്ല തന്നെ വയറിൻ്റെ ഈ ഒരു സൈഡ് ലെഫ്റ്റ് ഭാഗത്ത് ഭയങ്കര വേദനയാണ്. അവിടെ നിന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് തൊട്ടാലും കൂടി വേദനയാണ്. ഒരു പാവാട വള്ളി കെട്ടാൻ പോലും പറ്റില്ല, അത്ര വേദനയാണ്. മുറിവ് തൊടുന്ന വേദനയാണ് നമുക്ക് അവിടെ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആ ഒരു സ്കാനിങ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്രയും വേദന കടന്ന് കരയുന്നു. അങ്ങനെ ഞങ്ങളൊരു വിധത്തിലാണ് ഇടവണ്ണയിൽ നിന്ന് വീട്ടിലെത്തിപ്പെട്ടത്. വീട്ടിലെത്തോളം ഛർദിന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ കുറച്ച് മാറും. 2 ചേച്ചിമാരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം. പിന്നെ രാത്രിയായപ്പോൾ അമ്മയ്ക്ക് അതിലേറെ സഞ്ചാരം, നിൽക്കാൻ പറ്റാത്ത. പിന്നെ സിന്തേച്ചിനെ വിളിച്ചു, ഒരു സിന്തേച്ചി വന്നു. പിന്നെ ഇന്ന് സന്ധ്യേച്ചി വന്നു. അപ്പോൾ ഓരോ എല്ലാവരും അകത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അസുഖം, എന്താ പ്രശ്നം വെച്ചാൽ അമ്മയ്ക്ക് ഒരു മുഴയും കൂടി യൂട്രസിൽ പുതുതായിട്ട് ഉണ്ടായിപ്പോൾ. അപ്പോൾ എല്ലാം മാറി എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഓക്കെ ആണെന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും യൂട്രസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അത്യാവശ്യം സൈസുള്ളൊരു മുഴ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ അതുകൊണ്ടാണ് ആ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കിഡ്നിയുടെ ഭാഗത്ത് നീര്, അത് ഈ മുഴേൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ടാണ് ആ വേദന, മൂത്രപ്പഴുപ്പാണെന്നൊക്കെ പറഞ്ഞ് ആ വേദന. ഇപ്പം ഇനി അങ്ങോട്ട് പെട്ടെന്ന് സർജറി ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് നമ്മൾ അമ്മയ്ക്ക് ഫസ്റ്റ് അസുഖം കണ്ടുപിടിച്ചൊരു ഡോക്ടർ ഉണ്ട്, മെഹർബാൻ ഡോക്ടർ. അവിടെയും കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ അമ്മേനെ കൊണ്ടുപോയിട്ടില്ല, നമ്മളെ റിസൾട്ട് കാണിച്ചു. ഓരോ തന്നെയാണ് പറയണത്. അത് കണ്ടൂരാണ് കേട്ടോ. നമ്മൾ ഇപ്പം അമ്മയ്ക്ക് എന്താ വെച്ചാൽ 14-ാം തീയതി നമുക്ക് ചെക്കപ്പ് വരുന്നുണ്ട്. അമ്മയ്ക്ക് അവിടെ പോകാൻ കഴിയില്ല, ചികിത്സ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ ട്രെയിനിൽ കയറി ബുദ്ധിമുട്ടി അങ്ങോട്ട് ഇരുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ അവസ്ഥ പറ്റതായിട്ട് ഫസ്റ്റ് ആദ്യമൊക്കെ അമ്മ എന്ത് വന്നാലും പറയാം, ഈ പരക്കെ നടന്ന് മരുന്ന് കുടിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒന്നാമത് അമ്മേൻ്റെ തടിയമ്മയ്ക്ക് അങ്ങനെ വേദന മരുന്നോ അല്ലെങ്കിൽ അല്ലാത്ത മരുന്നോ ഒന്നും പറ്റൂല. അപ്പോൾ അമ്മ എന്തായാലും പറയും RCC പോയാൽ മതി. ഇപ്പം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സ്ഥലത്തെത്തി. അപ്പോൾ അമ്മ അറിയാം ഞാൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പറ്റൂല, കാരണം നമ്മളെല്ലാ കാര്യങ്ങളും RCCയിലുള്ള. ഇപ്പം മെഹർബാ ഡോക്ടർ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് RCCക്ക് പോകാനാണ്. അപ്പോൾ അടുത്ത മാസം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെന്നാണ്ട് എങ്ങനെയാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് പോണ തലേന്ന് ഒന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ വേദന കുറച്ച് കുറവുണ്ടാവും. പക്ഷേ ഈ ട്രെയിനിൽ ഇങ്ങനെ ഈ കുത്തിക്കുലിയൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. ഒരു പ്രാവശ്യം കൂടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്താ പറയണെന്ന് വെച്ചാൽ അവിടെ ചെന്നാലും CT സ്കാനിങ് ഇതൊക്കെ ഞയിച്ച് നമ്മൾ ഫസ്റ്റ് പോയി അതേപോലെ എടുക്കേണ്ടി വരും. എന്നാലും അന്നത്തെ ആദ്യത്തെ ഉള്ളത് പിന്നെ അവിടെ പിന്നെ ഒന്നും കാണില്ല, ക്യാൻസറിൻ്റെ ഇതൊന്നും കാണില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം അതിൻ്റെ മുകളിലായിട്ടാണ് മുഴ. ചെയ്തത് ഓക്കെയാണ്. പക്ഷെ ഈ ഇപ്പൊ ഉണ്ടായ സ്ഥാനം തന്നെ കുറച്ച് മുകളിലായിട്ട് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എന്തെങ്കിലും കോശങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് സംശയമുണ്ട് ഈ ഡോക്ടർക്ക്. അത് കാരണം അവിടെ ഉണ്ടായതാകാം എന്ന് പറയുന്നുണ്ട്. അതും പറയണ്ടേ ഇപ്പൊ ഇനി ക്യാൻസർ ആണോ എന്നുള്ളത് ഇപ്പൊ അതിനായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നാലും ഇപ്പൊ ക്യാൻസർ ആണെന്ന് അറിയാം. CT സ്കാൻ എടുക്കേണ്ടി വരും. പിന്നെ ചെന്ന് അൾട്രാസൗണ്ട് എടുക്കേണ്ടി വരും. അപ്പൊ പാടെ ചെക്കപ്പ് കഴിയുമ്പത്തിന് അമ്മയ്ക്കിപ്പൊ ഞാൻ പോവാം. അമ്മയ്ക്കിപ്പോ അവിടെ പോണ വലിയ ഇതുമില്ലല്ലേ. ഇപ്പൊ ഇനിയിപ്പോ സുഖമില്ലാതെയിട്ടാണ് അതാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. മറ്റേതിപ്പോ കീമോ കഴിയുമ്പോഴേ കണ്ടില്ലേ, എല്ലാവർക്കും അറിയാം. അപ്പൊ തന്നെ നീച്ചിടുന്ന ഒരു പ്രശ്നമല്ലേ. ഇപ്പൊ ഒക്കെ അതിന്റെ ധൈര്യമൊക്കെ പോയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി പോയേണ്ടി വരും. എന്നിട്ട് എന്താ പറയണത് നോക്കിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ നടത്തുന്ന കോഴിക്കോട്ട് നിന്നൊക്കെ എന്താ ചെയ്യലേ. അവിടുന്ന് ഓല എന്താ പറഞ്ഞാൽ അതേപോലെ ചെയ്യാനുള്ളത് അമ്മയ്ക്ക് എന്തെങ്കിലും കാണിച്ചാണ്ട് നമുക്ക് തന്നെ നമുക്കുണ്ട്. KMCT മുക്കത്തുണ്ട്, കോഴിക്കോടുണ്ട് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൗകര്യം കാണും ചെയ്യാം. അപ്പോൾ അത് RCCയിൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് അവിടുന്ന് സംസാരിച്ചിട്ടേ 2-3 മൂക്ക് എന്തായാലും പോകേണ്ടി വരും. ഇപ്പോൾ അവിടുന്ന് ചെക്കപ്പ് എടുക്കാൻ പറയുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് എവിടുന്നേലും എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഇവിടെ അങ്ങനെയാണ് നമ്മളെ പ്ലാന്. എന്തെങ്കിലും നല്ല പമ്പനെയും കൊണ്ട് പോകട്ടെ ചെക്കപ്പ് ചെയ്യണമെങ്കിലും
ഇപ്പം ഈ സർജറി എന്ന് പറഞ്ഞാൽ സർജറിൻ്റെ മുന്നേറ്റും എന്താ 3 കീമോ ഒക്കെ ചെയ്യണമെന്ന്. എന്നിട്ട് ആ മുഴ മുഴ ഒന്ന് ഇതാക്കണം, ചെറുതാക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷമൊക്കെ ഉള്ളു ചെയ്യണം. അമ്മയ്ക്ക് കീമോ കേൾക്കുന്നത് തന്നെ പറ്റൂല. അത്രയും ഇടങ്ങാറാണത്. പറയാൻ 2 അക്ഷരമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കീമോ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം ഏകദേശം ഒന്ന് ലെവലാകുമ്പോഴേക്കും അടുത്ത കീമോ. അങ്ങനെ 3 പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് മുണ്ടാട്ടല്ല. ഇപ്പോഴത്തെ ഇത് പറഞ്ഞാലൊരു ഇത്ര അത്യാവശ്യം നല്ലൊരു ഓറഞ്ചിൻ്റെ അത്ര 5 സെന്റിമീറ്റർ വലിപ്പമുള്ളൊരു മുഴ എന്നാ പറഞ്ഞു. പിന്നെ അത് വന്നിട്ട് ആ മുഴ വന്നിട്ട് ഈ മൂത്ര ഇത് കൂടെ പോകുന്നുണ്ട്, രക്തക്കൊണ്ടയിൽ പോകുന്നുണ്ട്, പിന്നെ കിഡ്നിമയ്ക്ക് അതിൻ്റെ നീര് ബാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര വേദന. അതുകൊണ്ടാണ് ആ വേദന. വേദനേൻ്റെ വേദനയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒത്തിരി പറയണം ചിരിക്കണമൊക്കെ ഉണ്ട് നമ്മളൊപ്പം. ഇത്തിരി ചോറൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക്. അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ നമ്മളെ ഫോം വിളിച്ചെടുക്കാത്തതിനുള്ള പ്രശ്നം അത് എല്ലാവർക്കും അറിയാം. പിന്നെ അത്രയും അതിലൊന്നും കമൻറ്റ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്ര ആൾക്കാർക്ക് കാണുന്നുണ്ട് ഇങ്ങനത്തെ തിരക്ക്, ഇങ്ങനത്തെ കാര്യം. അമ്മേൻ്റെ കാര്യങ്ങൾ നോക്കുക. അമ്മയ്ക്ക് ഒരു ടൈമിൽ എന്തൊക്കെ വേണം, ചോറ്, ചായ, ഹോർലിക്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മൂത്രയിപ്പിക്കാൻ കൊണ്ടുപോകണം. ആദ്യത്തെ പോലെ ഒറ്റയ്ക്ക് നടക്കാൻ കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. കാരണം നമ്മളെ ജീവിത വരുമാനം എല്ലാവർക്കും അറിയാം. നമ്മൾ വെറുതെ വീഡിയോ ഇട്ടിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു ഇതൊരു പ്ലാറ്റ്ഫോമിലൊന്ന് വിളിച്ച് പറയല്ല. നമുക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് നമ്മളെ ഫുള്ള് കാര്യങ്ങളും കഴിഞ്ഞു പോണത്. കാരണം വേറെ പരിപാടിക്ക് ഇപ്പോൾ പറഞ്ഞാൽ അറിയാലോ, ഏകദേശം ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക. നമുക്ക് എന്തെങ്കിലും റബ്ബർ ഇട്ടായിരുന്നു, അതിപ്പോൾ റെഡി ആയതായിരുന്നു. അപ്പോൾ അതിന് ഇങ്ങനെ രണ്ടാമതും കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഒക്കെ കിട്ടി. ഇങ്ങനെ അതേപോലെ കൊണ്ടുപോണ്ടി വന്നു. ഇപ്പോഴും അതേമാതിരി ഒക്കെ ഓക്കെ. അപ്പോൾ അതിന് അസുഖം പിന്നെയും വന്ന് ഇങ്ങനെ എത്ര പ്രാവശ്യം 10 പൈസയായിട്ട് നമ്മള് കൊറേ ഉണ്ട്. പക്ഷെ നമ്മൾ പറയില്ല, വീഡിയോ കൂടെ പറയില്ല. അതാണ് നമുക്ക് വീഡിയോയിൽ വെച്ചാല് നമ്മളതാണ് ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതിൽ പറയണത്. അങ്ങനെ അമ്മേനെ അത്രയും പ്രിയപ്പെട്ടതായിട്ടാണ് എല്ലാവരും വിശേഷം ചോദിക്കുന്നത് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര നേരമില്ലെങ്കിലും ഉള്ള സമയം കണ്ടെത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ആസ്പത്രിയിലിപ്പോൾ പോയി 2 ആസ്പത്രിയിൽ പോയി വന്നിരിക്കുകയാണ്. അമ്മേനെ കൂട്ടാതെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണാൻ വേണ്ടി. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ നമ്പർ എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ സമയം രാത്രി എപ്പോഴും നോക്കിക്കൊണ്ട്. കാരണം എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഡെയിലി വീഡിയോ കൂടെ അല്ലാതെ അറിയണമെന്നുണ്ടാവും. ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ ഇതാണ് എപ്പോഴും വരുന്ന ചിലപ്പോൾ എടുക്കാനും പറ്റുന്ന സമയം. എന്താ വെച്ചാൽ കുറെ ആൾക്കാർക്ക് കുറെ അറിവുകളുണ്ടാവും. നല്ല ഡോക്ടർ അവർക്ക് ഈ രോഗമുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നാലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഇതുകൊണ്ട് കുറേ പ്രയോജനങ്ങളായി. നമുക്ക് അവിടെ പോയപ്പോൾ RCCയിൽ പോയപ്പോൾ ഒന്ന് റൂമിൽ നിൽക്കാനും അതൊക്കെ ഈ നമ്മൾ ഈ ചാനലുള്ളതുകൊണ്ട് അവിടുന്ന് ആൾക്കാർ പറഞ്ഞു തന്നിട്ടാണ്. അപ്പോൾ നമുക്ക് നിശ്ചയില്ലാത്ത കാര്യങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഫോൺ വിളിച്ചെടുക്കാൻ കഴിയില്ല. അമ്മ എന്തെങ്കിലും പണിയെടുക്കൂല. അപ്പൊ പിന്നെ അമ്മേന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ വെച്ചാല് ഈ 3 മക്കളല്ലേ, ഒരാണുള്ളൂ. അപ്പൊ ഒരാള് വേണം എല്ലാത്തിനും പോകാന്. ചേച്ചിമാരില്ല എന്നല്ല പറയുന്നത്. ചേച്ചിമാര് ഒപ്പം നിൽക്കാനല്ലേ അവരെ കൊണ്ട് കഴിയുള്ളൂ. ഓന്റെ കൂടെ ഓന്റെ ഒരു മകൻ അങ്ങനെയുള്ളൂ. അതെ, ഇത്രയും അങ്ങനെ എല്ലാത്തും ഒറ്റയ്ക്ക് ആക്കി വെക്കണില്ലേ. ഞങ്ങളൊക്കെ ഒപ്പം പിന്നാലെ ഇങ്ങനെ നടക്കാനും അതിനല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുമ്പോ അല്ലേ, അത് ഫോൺ വിളിച്ചെടുക്കാത്ത എന്താണ് സംഭവം അതൊന്നും ഓർക്കട്ടോ. കുറെ ആളങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ വന്നിട്ടും അമ്മേന്റെ കാര്യം അറിയാനാണ്. അപ്പൊ അമ്മേന്റെ കാര്യം അറിയാൻ ഇതാണ്. അതിനാണ് വീഡിയോയിൽ ഇതൊക്കെ കറക്റ്റായി പറയുന്നത്. ഇപ്പം അമ്മേനെ കാണിക്കാനാണ് പോണില്ല. അമ്മയ്ക്ക് അവിടെ കിടക്കല്ലേ. ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ ഇതായില്ല. കാരണം എല്ലാവർക്കും അറിയാലോ കാര്യങ്ങൾ. അപ്പോൾ ഇനി നാളെ വരാം. അമ്മ എന്നോ ഒക്കെ ആവട്ടെ. നാളേക്കൊക്കെ റെഡി ആവും. എല്ലാവരും പ്രാർത്ഥിക്കുക. വേദനയൊക്കെ ഒന്ന് മാറുമ്പോഴേ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. ഒപ്പം ഉണ്ടെന്ന് അറിയാട്ടോ. മെഹർബാൻ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കാണലുണ്ട്, ചാനൽ കാണുന്നതാണ്. അപ്പോൾ അത് അസുഖം അറിയുമ്പോൾ അങ്ങനെ നോക്കാനും ഇടങ്ങേറ അങ്ങനെയൊക്കെ വേണ്ട. അപ്പൊ അമ്മേനോട് അന്വേഷണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് മെഹർബാൻ ഡോക്ടർക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് നമ്പർ കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ വന്നിട്ട് പറഞ്ഞുതരും. നമുക്ക് വേറെ ആൾക്കാരോട് ചോദിക്കാറില്ല. ഇതൊന്നാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആവുന്നതും കുറെ നല്ല ആൾക്കാരെ കിട്ടുന്നതും കുറെ കാര്യങ്ങൾ നല്ല ആൾക്കാരെ നമ്മളോട് പറഞ്ഞിരുന്നതും. മരുന്നടക്കം പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട് ഓരോ സ്ഥലം അവിടെ
ഓരോ കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ വിശേഷ കമൻ്റ് അപ്പം അപ്പോൾ പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ടല്ലേ ഞങ്ങൾ വരണ്ടേ.